പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതിന് പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവിടെ നാം യഹോവയുടെ ജനത്തിൻ്റെ പ്രത്യേകതകൾ, യഹോവയുടെ ജനം എങ്ങനെയുള്ളവരായിരിക്കണമെന്നും യഹോവയുടെ ജനത്തിന് കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. നാം വായിക്കുന്നു, അന്നാളിൽ അവർ യഹൂദാദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയും മതിലുകളും കൊത്തളങ്ങളും ആക്കി വയ്ക്കുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറക്കുവിൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ഏത് സാഹചര്യത്തിൽ, ഏത് അവസ്ഥയിൽ, ഏത് ജീവിത പ്രതിസന്ധിയിലാണ് ഈ വചനം കേൾക്കുന്നതെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലേ. എന്നാൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ടോ? പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ബലമായി നമ്മുടെ ദൈവം കൂടെയുണ്ട്. ഒരു ഉറപ്പുള്ള പട്ടണം. ഹല്ലേലൂയ. ആമേൻ. ആ ജനങ്ങൾക്ക് ഒരു ഉറപ്പുള്ള മതിലുകളും കോട്ടകളും സ്തോത്രം കൊത്തളങ്ങളൊക്കെ എത്ര സംരക്ഷണം നൽകുന്നുവോ, എത്ര ആശ്വാസമായിരിക്കുന്നുവോ, അതുപോലെയാണ് കർത്താവ് നമുക്ക് ബലമായി, കർത്താവിൻ്റെ രക്ഷ അവൻ മതിലുകളും കൊത്തളങ്ങളുമായി ആമേൻ നമുക്ക് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാം വചനത്തിൽ വായിക്കുന്നു, വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി. ദൈവത്തിൻ്റെ ജനം വിശ്വസ്തത കാണിക്കുന്നവരായിരിക്കണം, നീതിയുള്ളവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയാണെങ്കിൽ അവർ പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറക്കുവിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് മുൻപിൽ തുറക്കാത്ത യാതൊരു വാതിലുകളുമില്ല. ഹല്ലേലൂയ. അവൻ വിശ്വസ്തയോടും നീതിയോടും നാം കർത്താവിനെ സേവിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായി നമുക്കായിട്ടുള്ള വാതിലുകളെ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. സ്തോത്രം. 3-ാം വചനത്തിൽ വായിക്കുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സ്ഥിരമാനസൻ. ഹല്ലേലൂയ. സ്ഥിരമായിട്ടുള്ളൊരു മനസ്സ്. സ്തോത്രം. സ്ഥിരതയുള്ളൊരു മനസ്സ്. ഹല്ലേലൂയ. ആ സ്ഥിരത ആരിലുള്ള സ്ഥിരതയാണ്? ക്രിസ്തുവിൽ. ആമേൻ. ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചിരിക്കുന്ന ഒരു അനുഭവം. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ ആ ഏകാഗ്രതയും നിർമ്മലതയും സ്ഥിരതയും വിട്ട് മാറാതെ ജീസസ്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട്. ദൈവത്തിൽ തന്നെ പൂർണ്ണ ആശ്രയം വെച്ചിരിക്കുന്ന മനുഷ്യനെ കർത്താവ് പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്തോത്രം. പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു. 1-ാം വചനത്തിൽ വായിച്ചു, അന്നാളിൽ അവർ. ആരാണ് ഈ അവർ? ആമേൻ. ആ അവരെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളാണ് താഴോട്ട് നാം വായിക്കുന്നത്. അന്നാളിൽ അവർ ആരാണ്? അതിൻ്റെ തൊട്ട് മുൻപിലുള്ള അധ്യായത്തിൽ 25-ാം അധ്യായം 8-ാം വചനത്തിൽ വായിക്കുന്നു. സ്തോത്രം. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന് സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. സ്തോത്രം. തൻ്റെ ജനത്തിൻ്റെ നിന്ന്. അപ്പോൾ ആ തൻ്റെ ജനത്തെക്കുറിച്ചാണ് താഴെയുള്ള സകല വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ നിന്ന് നീക്കിക്കളയും. ഹല്ലേലൂയ. തൻ്റെ ജനമായി അവൻ ദൈവത്തിൻ്റെ ജനമെന്ന് പറയപ്പെടുന്ന, ദൈവത്തിൻ്റെ ജനമെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ഏത് സാഹചര്യത്തിലും ദൈവത്തെ പാടി സ്തുതിക്കുന്നവരായിരിക്കും. സ്തോത്രം. നമ്മുടെ രക്ഷയായ, നമ്മുടെ ബലമായ കർത്താവിൽ തന്നെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയുള്ളവരായി, ആമേൻ. സ്തോത്രം. സ്തോത്രം. നീതിയുള്ളവരായി ദൈവകൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ഏതവസ്ഥയിലും യഹോവയിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് സ്ഥിരതയോടെ ആമേൻ, സ്ഥിരതയോടെ നല്ല മനസ്സാക്ഷിയോടെ ഉറപ്പുള്ള മനസ്സോടുകൂടെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ജനമായി നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വേണ്ടി കർത്താവ് നമ്മുടെ നിന്ന് നീക്കിക്കളയും.
സ്തോത്രം, സ്തോത്രം. നാം ദൈവനാമത്തെ ഉയർത്തുവാൻ നമ്മെ സഹായിക്കും. വാതിലുകളെ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. സ്തോത്രം. പൂർണ്ണ സമാധാനത്തിൽ നമ്മെ കാക്കും. പുറമെ നോക്കുമ്പോൾ രോഗമുണ്ട്, ദുഃഖമുണ്ട്, പ്രശ്നമുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ആമേൻ, നമ്മുടെ ഉള്ളിൽ കർത്താവ് പൂർണ്ണ സമാധാനത്തിൽ നമ്മെ കാക്കുവാനിടയായി തീരും. എത്ര പേർ ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ദൈവകരങ്ങളെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥ, എത്ര കർത്താവ് സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലും അങ്ങ് ഞങ്ങളെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന് വാഗ്ദത്തം നൽകിയിരിക്കുന്നുവല്ലോ. വാതിലുകളെ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുമല്ലോ, നിന്ന മാറ്റുമല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ കർത്താവ് ഏത് സാഹചര്യത്തിലും അങ്ങേ പാടി സ്തുതിച്ച് മടവാസനങ്ങളെ പ്രമാണിച്ച് വിശ്വസ്തയോടെ സ്ഥിരതയോടെ അങ്ങ് തന്നെ ആശ്രയിച്ചു കൊണ്ടേറുക ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്തെടുക്കുവാൻ പോകുന്ന കൃപയ്ക്കായ സ്തോത്രം. സകലതും എൻ്റെ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് കാരണമാക്കി തീർന്നതിനായി സ്തോത്രം ചെയ്യും. താഴ്ത്തിന് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കിട്ടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.